എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് നമ്മളൊരു നരകചിന്തയിലേക്കാണ് പോകുന്നത്. ബൈബിളിൽ നരകം എന്നുള്ള പദം ഉള്ളതുകൊണ്ട് നരകമില്ലേ? നരകം ഉണ്ട്. നരകമുണ്ടായേ പറ്റുള്ളൂ എന്നുള്ള ആശയങ്ങളിൽ ചില ക്രൈസ്തവ മതവിഭാഗങ്ങൾ നരക സിദ്ധാന്തത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ കഴിയും. നരക വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു അവ്യക്തമായ ഒരു പ്രതീകം പോലെ ഭാരതീയ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ പാതാളം എന്നുള്ള ഒരു വിഷയം, പാതാളം എന്നുള്ള ഒരു വിശ്വാസം, ചിന്ത ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. അധർമ്മികളായ ആളുകളെ ശിക്ഷിക്കുന്ന ഒരു ദണ്ഡന സ്ഥലം, അതാണ് പാതാളം. അതിന് നരകമെന്നും പേര് പറയും. ഇത് അക്രൈസ്തവമായ പദങ്ങളാണ്. പാതാളം, നരകം എന്നുള്ളത് പുരാണങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ. ദുഷ്ട ആത്മാക്കളെ നിത്യകാലം ദണ്ഡിപ്പിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലം. അവിടെ പുഴുക്കളുണ്ട്, ഗന്ധക തീപ്പൊയ്കയുണ്ട്. അതിനകത്ത് അമർത്യമായ ദുഷ്ടാത്മാക്കൾ കഴിഞ്ഞുകൂടുന്നു. ഒരു ക്രൈസ്തവനായ ഒരു ഫാദർ ഒരു വീഡിയോയിൽ പറയുന്നത് കണ്ട 7 സമുദ്രങ്ങൾ കൂടുന്ന വിസ്തീർണമുള്ള ഒരു സ്ഥലമാണ് നരകം. ഇത് പ്രാചീന കാലം മുതലേ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഒരു അന്ധവിശ്വാസത്തിൻ്റെ സന്തതിയാണ് ഈ നരക സിദ്ധാന്തം. ഇതിൻ്റെ അടിസ്ഥാനം തന്നെ മനുഷ്യാത്മാവിന് മരണമില്ല എന്നുള്ള ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. ആത്മാവിന് മരണമില്ല എന്ന് സ്ഥാപിക്കത്തക്ക വിധത്തിലുള്ള ചില ആശയങ്ങൾ, അതിൻ്റെ ഉപജ്ഞാതാവ് പിശാച് തന്നെയാണ്. നിങ്ങൾ നിശ്ചയമായിട്ടും മരിക്കുകയില്ല എന്നാണ് പിശാച് പറഞ്ഞത്. മരിക്കുന്നു എന്ന് തോന്നുന്നേ ഉള്ളൂ, മരിക്കുന്നില്ല. മരണത്തോടുകൂടി ആത്മാവ് മറ്റൊരു ജീവനിലേക്ക് കടക്കുന്നു. മരണം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു വാതിലാണെന്നാണ് നമ്മുടെ പുരോഹിതന്മാർ, പാസ്റ്റർമാരൊക്കെ പ്രസംഗിക്കുന്നത്. അപ്പൊ ഇത്യാദിയുള്ള മിഥ്യാബോധത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞിട്ടുള്ള ആത്മാവിൻ്റെ അമർത്യത എന്ന പാഷാണ്ഡ ഉപദേശം, അത് ക്രൈസ്തവ വിശ്വാസത്തിലും കടന്നുകൂടി. ഇപ്പോൾ പ്രാചീന ഹൈന്ദവ മതങ്ങളിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് കുടിയേറിയ വിശ്വാസമാണ് ഈ നിത്യദണ്ഡന സ്ഥലം, പാതാളം എന്നുള്ള ആ പ്രയോഗം. മനുഷ്യൻ മരിക്കുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. മരണത്തോടുകൂടി മനുഷ്യൻ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് വേദോത്സവം പറയുന്നത്. മരണം മനുഷ്യന്റെ ശത്രുവാണെന്നാണ് വേദോത്സവം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വേദപുസ്തകത്തിൽ നരകമെന്നുള്ള ഈ പദം കടന്നുകൂടിയത് എന്ന് ചിന്തിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. പഴയ നിയമത്തിൽ നരകമെന്ന് 43 തവണ രേഖപ്പെടുത്തുന്നു. 32 തവണ ശവക്കുഴി എന്ന് രേഖപ്പെടുത്തുന്നു.
പിന്നെ പാതാളമെന്ന് രേഖപ്പെടുത്തി. മരണശേഷം മനുഷ്യൻ ശവക്കുഴിയിലേക്കാണ് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെയുള്ള ചില സങ്കല്പങ്ങളിലേക്ക് പോകുന്നത്. യാക്കോബ് മരിച്ചു, യാക്കോബ് ഷിയോലിലേക്ക് പോയെന്ന അതിൻ്റെ എബ്രായ മൂലത്തിൽ. എബ്രായ മൂലത്തിൽ ഷിയോൽ എന്ന് പറഞ്ഞാൽ ശവക്കുഴി എന്നാണ് അർത്ഥം. മരിച്ചയാളെ ശവക്കുഴിയിൽ അടക്കം ചെയ്യുക. മരിച്ചയാളെ ശവക്കുഴിയിൽ അടക്കുന്നു എന്നുള്ളതിൻ്റെ ഗ്രീക്ക് മൂലപദം ഹേഡീസ് എന്നാണ്. മരിച്ചയാളെ ഹേഡീസിൽ അടക്കുന്നതാണ്. അപ്പൊ എബ്രായ മൂലപദത്തിൽ ഷിയോൽ എന്നും ഗ്രീക്ക് മൂലപദത്തിൽ ഹേഡീസ് എന്നും ശവക്കുഴി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ നിന്നും പരിഭാഷകളിലേക്ക് വന്നപ്പോൾ ശവക്കുഴി എന്നുള്ളതിന് നരകമെന്നും പാതാളമെന്നും കുഴിയെന്നും പരിഭാഷപ്പെടുത്തി. മലയാള പരിഭാഷയിലും ഇംഗ്ലീഷ് പരിഭാഷയിലും പഴയ പരിഭാഷയുണ്ട്, പുതിയ പരിഭാഷ ഇംഗ്ലീഷിലും മലയാളം. ഈ പരിഭാഷകളിലൊക്കെ ഒന്നിന് വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ടാണ് പരിഭാഷപ്പെടുത്തിയത്. അപ്പൊ ശവക്കുഴിയെന്നും പാതാളമെന്നും നരകമെന്നും പരിഭാഷപ്പെടുത്തി. അപ്പോൾ ഷിയോൽ, ഹേഡീസ്, അതിൽ നിന്നുള്ള പരിഭാഷ മലയാളത്തിൽ വരുമ്പോൾ ശവക്കുഴി എന്ന് തന്നെ പരിഭാഷപ്പെടുത്തേണ്ടതാണ്. അതിന് നരകമെന്നും പാതാളമെന്നും പരിഭാഷപ്പെടുത്തി. ഇങ്ങനെയാണ് ബൈബിളിൽ നരകമെന്നുള്ള പദം കടന്നുകൂടി. ഇനി നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നരകത്തെക്കുറിച്ച് വളരെ വിശദമായി കർത്താവ് തന്നെ പറയുന്ന 2-3 വാക്യങ്ങളൊന്ന് വായിക്കാം. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. ഊണനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുമുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുമുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നു കളക. ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. കർത്താവ് നരകമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നരകമെന്ന് പറയാനുള്ള കാരണം? പക്ഷെ ഇവിടെ നരകമെന്നാണോ എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയാം. പിന്നെ ഊമനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അപ്പൊ കൈയും കാലും ഒരുവന് ഇടർച്ചയാണെങ്കിൽ അതിനെ വെട്ടിക്കളഞ്ഞിട്ട് ജീവനിൽ കടക്കുന്നതാണ് നിനക്ക് നല്ലത്. അവന്റെ ജീവന്റെ എതിര് എന്ന് പറയുന്നത് മരണം. മരണത്തിന്റെ എതിര് എന്ന് പറയുന്നത് ജീവൻ. ഇതിന്റെ രണ്ടിന്റെ എതിരായിട്ട് വരുന്നത് നരകമല്ല എന്ന്. ഇതാ ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. അപ്പം നമ്മുടെ കാല്
നമ്മുടെ കയ്യ്, നമ്മുടെ കണ്ണ്, ഇത് ഓരോന്നും ഇടർച്ചയാണെങ്കിൽ അത് നശിപ്പിച്ച് കളയാനാവും. അപ്പോൾ ഇടർച്ച വരുത്തുന്നവരെ എന്തു ചെയ്യും? നരകത്തിൽ തള്ളിക്കളയും. ഈ നരകത്തിൽ നടക്കുന്ന കാര്യം എന്താണ്? അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഇതിനെയെല്ലാം നശിപ്പിക്കുക എന്നാണ്. ഈ അവയവങ്ങൾ ഈ നരകത്തിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല. പിന്നെ നരകമുണ്ടെന്ന് സ്പഷ്ടമായില്ലേ? ഇനി എന്താണ് ഇനി നരകമുണ്ടെന്ന് പ്രസംഗിക്കാനുള്ള കുഴപ്പം? ദുഷ്ടന്മാരെ നരകത്തിലിട്ട് നിത്യകാലം ദണ്ഡിപ്പിക്കുന്നു, നല്ലവരായ നീതിമാന്മാരുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എന്തിനെ ലക്ഷ്യമാക്കി കൊണ്ടാണ് കർത്താവിയുടെ ഈ വിധത്തിലുള്ള ഒരു വ്യാഖ്യാനം നൽകി? യിരെമ്യാ പ്രവചനം നമുക്കൊന്ന് പരിശോധിക്കാം. 19-ാം അധ്യായത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം കൽപ്പിച്ചു, നീ പോയി കുശവനോടൊരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജനത്തിന്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർഷിത് ഓട്ടുനിറക്കു വാതിലിന്റെ പുറമേയുള്ള ബെൻഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവിക്കാം. ഇവിടെ ഒരു താഴ്വരയെ കുറിച്ചാണ് പറയുന്നത്. ഈ ബെൻഹിന്നോം താഴ്വര എന്ന് പറയുന്നത് ഇസ്രായേലിയ ഗോത്രത്തിൽപ്പെട്ട ഒരു ആൾക്ക് അവകാശമായി കിട്ടിയ ഒരു സ്ഥലമാണ്. ബെൻഹിന്നോം എന്ന് പറഞ്ഞാൽ ഹിന്നോമിന്റെ ഭൂമി എന്നാണ് അർത്ഥം. ഇത് യെരുശലേമിന് കിഴക്കുള്ള ഒരു താഴ്വരയാണ്, ഒരു മലയും താഴ്വരയും. യെരുശലേമിലുള്ള മലിന പദാർത്ഥങ്ങളെ, പട്ടണത്തിലെ മലിന പദാർത്ഥങ്ങളെ മുഴുവൻ ഇവിടെയാണ് കൊണ്ടുപോയി കൂട്ടുന്നത്, ഈ താഴ്വരയിലേക്ക് തള്ളിയിടുക. അതിനകത്ത് എല്ലാ അവശിഷ്ടങ്ങളും, അനാഥ പ്രേതങ്ങൾ വരെ, മനുഷ്യരുടെ ശവങ്ങൾ എല്ലാം അവിടെ കൊണ്ടുപോയി തള്ളുകയും. ഇത് കർത്താവ് കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് അവിടെ ഗന്ധകം വിതറിയിട്ട് തീ ഇട്ട് കൊടുത്തിരിക്കുക. ദിവസവും ഇങ്ങനെ അത് കത്തി എരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ താഴ്വരയ്ക്ക് വലിച്ചെറിയുന്ന ഈ അവശിഷ്ടങ്ങൾ തീയിൽപ്പെടാതെ തെറിച്ചു പോകുന്നതൊക്കെ പുഴുവരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മലിന പദാർത്ഥങ്ങൾ ഒരു കൂമ്പാരമാണ്. അതിന് നിശേഷം നശിപ്പിക്കുന്ന ഒരു സംവിധാനം ഇങ്ങനെയുണ്ട്. ഇന്ന് നമ്മൾ വേസ്റ്റ് സംസ്കരിക്കുന്ന പോലെയുള്ള സംസ്കരണ രീതിയൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്ന കാര്യങ്ങൾ. അവർ ന്യായപ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതരായിരിക്കും. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും നിവൃത്തിയായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ മലിനന്മാരായി തീർന്നിരിക്കുന്നു. മലിന വസ്തുക്കളെ നശിപ്പിക്കുക എന്നതാണല്ലോ ദൈവത്തിന്റെ പ്രമാണം. വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യമുണ്ട്,
തീയും ഗന്ധവും കത്തുന്ന പൊയ്കை എന്ന് പറയുന്ന വാക്യം. ഇപ്പൊ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നവരെ സംബന്ധിച്ച് അവർ മലിനന്മാരായിട്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്. അവരുടെ ജീവിതവും പ്രവൃത്തികളും ഇടർച്ചയ്ക്ക് വഴിയുള്ളതാക്കുന്ന, കാരണം ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതവും പ്രവൃത്തിയാണ്. അതൊരിക്കലും ഒരു മനുഷ്യനെ ശുദ്ധി ചെയ്യുന്നില്ല. ക്രിസ്തുവിൻ്റെ വചനം കൊണ്ടാണ് ഒരുവൻ ശുദ്ധീകരിക്കപ്പെടേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അത് മലിനമാണ്. അങ്ങനെ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പ്രമാണങ്ങൾക്ക് യോജിക്കാത്തവരെ ഇവിടെ ഈ ഗീഹന്നയിൽ നശിപ്പിക്കുന്നത് പോലെ നശിപ്പിച്ചു പറയുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെ. അതിനിവിടെ ഈ പദം ചേർക്കേണ്ടത് ഇങ്ങനെയല്ല. നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന വേറൊരു പദമാണ് ഗീഹന്ന. ഗീഹന്നയിൽ തള്ളിയിടും. ഹിന്നോമിന്റെ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ അവിടെ നിശേഷമുള്ള നാശമാണ്. അപ്പൊ ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ നരകമെന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് ഗീഹന്ന എന്ന് തന്നെ പരിഭാഷപ്പെടുത്തി. ഗീഹന്നായിൽ വീഴുന്നതിനേക്കാൾ ജീവനിൽ കിടക്കുന്നത് നിനക്ക് നല്ലത്. അപ്പോൾ നരകമെന്ന് പറയുന്നതിന്റെ ആവശ്യകതയേ ഇല്ല. വെളിപ്പാട് പുസ്തകത്തിൽ മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. വാക്യം കിട്ടുമോ? 20:10. എന്നാൽ ആകാശത്തിൽ നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃദുവും കള്ളപ്രവാചകൻ എടുക്കുന്ന ഗന്ധക തീപ്പയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്ക് രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പൊ കള്ളപ്രവാചകനെ ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവിടെ രാപ്പകൽ ദണ്ഡനം അനുഭവിക്കും. ഗീഹന്നയില് ഹിന്നോമിന്റെ താഴ്വരയിൽ തന്നെയാണ്. അവിടെ ഗന്ധക തീപ്പൊയ്കയാണ്. രാപ്പകൽ ദണ്ഡനം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ദണ്ഡനം എന്ന് പറഞ്ഞിരിക്കുന്നത് എവർലാസ്റ്റിംഗ് പണിഷ്മെന്റ് എന്നാണ്. എന്നേക്കുമുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ നിത്യനാശം എന്നാണ്. അവിടെ നിത്യമായി ഗീഹന്നയിൽ ഈ വേസ്റ്റുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദൈവരാജ്യത്തിന് കൊള്ളാത്തവരെ ഇതുപോലെ അവസാനം നശിപ്പിച്ചു കളയും. 1000 ആണ്ടിന്റെ അവസാനം നിശേഷം നശിപ്പിച്ചു. പാപികൾ ഇല്ലാതെയാകട്ടെ, ദുഷ്ടന്മാർ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ എന്നാണ് 37-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തിൽ പറയുന്നത്. അപ്പൊ ഗീഹന്ന എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തിന്റെ അർത്ഥം നിശേഷം, നാശമാണ്. അത് നിത്യദണ്ഡനമല്ല. നിത്യദണ്ഡനം എന്ന പാഷാണ്ഡ ഉപദേശം വേദപുസ്തകം അനുശാസിക്കുന്നില്ല. പാപത്തിന്റെ ശമ്പളം നിത്യദണ്ഡനമല്ല, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം നരകവും നിത്യദണ്ഡനമാണെങ്കിൽ യേശുക്രിസ്തുവും ഈ ഭൂമിയിൽ വന്നിട്ട് നരകത്തിൽ യാതന അനുഭവിക്കണം, അല്ലെങ്കിൽ നിത്യദണ്ഡനം അനുഭവിക്കണം. കർത്താവ് നിത്യദണ്ഡനം അനുഭവിക്കല്ലേ? ക്രൂശിൽ ബലിയാവുക. ആദാമിന് കൊടുത്ത ശിക്ഷയ്ക്ക് തുല്യമായ ശിക്ഷ, മരണശിക്ഷ യേശു ഏൽക്കുകയും. ഈ തിരിച്ചറിവാണ് ക്രൈസ്തവ മണ്ഡലത്തിലെ ഉപദേശാക്കന്മാർക്കുണ്ടാകേണ്ടത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചറിഞ്ഞ് ഉപദേശിച്ചില്ലെങ്കിൽ കുഴപ്പം, ആളുകൾക്ക് യഥാർത്ഥമായ സത്യം അറിയാൻ കഴിയും. അപ്പോൾ നിത്യമായി ദണ്ഡിപ്പിക്കണമെങ്കിൽ ഒരാത്മാവിന് നിത്യജീവൻ ഉണ്ടായിരിക്കണ്ടേ? നിത്യജീവനുള്ള ഒരാത്മാവും മരിക്കുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. പാപം ചെയ്യുന്ന ആത്മാവോ അത് മരിക്കുമെന്നുള്ള വേദസൂക്തത്തിനെതിരല്ലേ ഈ അബദ്ധ ഉപദേശം. ഇങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ ഇന്ന് ക്രൈസ്തവ മണ്ഡലം
ലോകത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുക. കാരണം അതിൻ്റെ പേരിൽ യഥാർത്ഥമായ സത്യം ഇന്ന് ലോകത്തിന് അജ്ഞാതമായി കൊണ്ടിരിക്കുക. അപ്പോൾ സത്യത്തിൻ്റെ പേരിലുള്ള ആരാധന ഈ ലോകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ലോകത്തിന് ഇന്ന് അനേക കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നത്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഇത് ക്രൈസ്തവരായ അവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്, അക്രൈസ്തവരെ കുറിച്ചല്ല. അക്രൈസ്തവർക്ക് ബൈബിളിനെ കുറിച്ച് അവർക്കൊരു എതിരഭിപ്രായമൊന്നുമില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ തന്നെയാണ് ബൈബിളിന്റെ ശത്രുക്കളായി തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബൈബിളിന്റെ വിശ്വാസ്യതയുടെ ആ നിർമാല്യതയെക്കുറിച്ച് ലോകത്തിന് ഇന്ന് സംശയമായിരിക്കുകയാണ്. അനേകം നിരീശ്വരവാദികളും യുക്തിവാദികളും ശരിയായ യുക്തി സഹജമായ വിധത്തിൽ ബൈബിളിന്റെ സത്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത്രയും പോലും ഇന്ന് ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. കൊല്ലപ്പെട്ട ദൈവം ഒരു യുക്തിവാദി, ഒരു നിരീശ്വരവാദി പറഞ്ഞില്ല. കൊല്ലപ്പെട്ട ദൈവമാണ് യേശു എന്ന് പറയുന്നത്. ശരിയല്ലേ? യേശു ദൈവമാണെന്നാണ് പറയുന്നത് ക്രൈസ്തവർ. യേശു ദൈവമാണെങ്കിൽ ദൈവത്തെ അല്ലേ കൊന്നത് എന്നാ അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ യേശു ദൈവമാണോ? അല്ല, യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ഈ കാര്യം കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ നിരീശ്വരവാദികളും യുക്തിവാദികളുമാണ്, അതുപോലെ മുഹമ്മദിയരും. അപ്പോൾ ക്രൈസ്തവ ലോകം ഈ ബൈബിള് സംബന്ധിച്ച വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനം.